ശതകോടീശ്വരനായ ഇലോൺ മസ്ക് അമിതമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളാണ് മസ്ക് ഉപയോഗിക്കുന്നതെന്നും അവകാശപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഒരു അമേരിക്കൻ ഡെയിലി ന്യൂസ് പേപ്പറായ വാൾസ്ട്രീറ്റ് ജേണൽ അഥവാ WSJ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഫെബ്രുവരി 3 ഇതിന്റെ തുടർച്ചയായി WSJ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ടിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് മസ്കിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇലോൺ മസ്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളാണ് എന്ന വിവരം ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും പ്രവർത്തകർക്കും മുൻ ഡയറക്ടർമാർക്കും അറിയാമായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിനോ അന്വേഷണം ആരംഭിക്കുന്നതിനോ അവർ പരാജയപ്പെട്ടു. US-ൽ നിരോധിച്ചവ ഉൾപ്പെടെ നിരവധി മരുന്നുകൾ ഇലോൺ മസ്ക് ഉപയോഗിച്ചതായി അടുത്ത വൃന്ദങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് പുതിയ ലേഖനവും വരുന്നത്. മസ്കിന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ചില അംഗങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ബോർഡുകൾ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടുവെന്ന് WSJ പ്രസ്താവിക്കുമ്പോൾ മസ്കും കമ്പനി ഡയറക്ടർമാരും തമ്മിലുള്ള പണമിടപാടുകളാണ് ഇതിന് കാരണമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ടെസ്ലയുടെ ബോർഡുകളിൽ നിലവിലുള്ളതും മുൻ ഡയറക്ടർമാരുമായിരുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളായ ആന്റോണിയോ ഗ്രേഷ്യോസ്, ഇറ എഹ്റൻ പ്രീസ്റ്റ്, ലാറി എലിസൺ, മുൻ മീഡിയ എക്സിക്യൂട്ടീവ് ജെയിംസ് മാർഡോക്ക് എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ മസ്ക് നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, സാമ്പത്തിക ബന്ധങ്ങൾക്ക് പുറമെ അവരിൽ ചിലർക്ക് ജോലി സംബന്ധമായ വിട്ടുവീഴ്ചകളും സഹായങ്ങളും മസ്ക് ചെയ്തിട്ടുണ്ട്. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് 2017 DFJ വെഞ്ചർ ക്യാപിറ്റലിൽ നിന്ന് രാജിവെച്ച സ്റ്റീവ് ജുർവെറ്റ്സനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളായി റിപ്പോർട്ട് എടുത്തുകാട്ടുന്നത്. സ്റ്റീവിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുതൽ അത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. എന്നിട്ടും ടെസ്ല സ്റ്റീവിനെ അവരുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അന്വേഷണ വിധേയമായി പോലും നീക്കം ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ 2020 സ്റ്റീവ് സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുന്നതുവരെ ടെസ്ലയിൽ തുടർന്നു. ജുവെറ്റ്സൺ മസ്കുമായി ഗൗരവമുള്ള സാമ്പത്തിക ബന്ധങ്ങൾ പുലർത്തുകയും പാർട്ടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടികളിൽ ഇവർ എക്സ്റ്റസിയും LSDയും ഉപയോഗിച്ചിരുന്നുവെന്ന് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പറയുന്നു. കൂടാതെ ടെസ്ല അതിന്റെ ഓഹരിയുടമകൾക്ക് നൽകുന്ന പ്രതിഫലം രാജ്യത്തെ ദേശീയ ശരാശരിയേക്കാൾ കുത്തനെ ഉയർന്നതാണെന്നും റിപ്പോർട്ട് എടുത്തുകാട്ടുന്നു. മാത്രമല്ല, ടെസ്ലയുടെ നിലവിലെ ബോർഡ് അംഗങ്ങൾ 2015 മുതൽ ശരാശരി $4,75,000 വാർഷിക നഷ്ടപരിഹാരം എടുത്തിട്ടുണ്ടെന്നും ഏകദേശം $8 ദശലക്ഷം മൂല്യമുള്ള സ്റ്റോക്ക് കൈവശം വച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. അതുപോലെ അമേരിക്കയിലെ ഓസ്റ്റിൻ പ്രോപ്പർ ഹോട്ടൽ സന്ദർശന വേളയിൽ മസ്ക് വിഷാദരോഗത്തിനും വേദന സംഹാരിക്കുമായി ഡോക്ടർമാരുടെ അനുമതിയോടെ മാത്രം ഉപയോഗിക്കാവുന്ന കെറ്റാമൈൻ മരുന്ന് വിനോദ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. ഈ സമയം മസ്കിന്റെ സുഹൃത്തും ടെസ്ല ബോർഡ് അംഗവുമായ ജോ ഗബിയയും കൂടെയുണ്ടായിരുന്നു. കൂടാതെ മെക്സിക്കോയിലെ സാൻ ജോസ് ഡെൽ കാബോയിൽ സ്ഥിതി ചെയ്യുന്ന മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഹോട്ടൽ എൽ ഗാൻസോയിൽ മസ്ക് തന്റെ സഹോദരൻ കിംബാലിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പങ്കെടുത്തതായി പറയുന്നുണ്ട്. അതേസമയം മസ്കിൽ ആരോപിക്കപ്പെടുന്ന മയക്കുമരുന്ന് ഉപയോഗം അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന 6 കമ്പനികൾക്ക് അപകടമുണ്ടാക്കുന്ന അവസ്ഥയിലാണ്. ബോർഡ് അംഗങ്ങളിൽ ചിലർ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദോഷങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും WSJ റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധമായ മയക്കുമരുന്നിന്റെ ഉപയോഗം ചുരുങ്ങിയത് സ്പേസ് എക്സിന്റെ ഫെഡറൽ കരാറുകളെ ദോഷകരമായി ബാധിക്കുകയും മസ്കിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസുകൾ അസാധുവാക്കുകയും ചെയ്യും. ഈ ആശങ്ക നിലനിൽക്കുന്നതിനാൽ മസ്കിനോട് അടുപ്പമുള്ളവർ അദ്ദേഹത്തെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. എന്തായാലും ഏറ്റവും പുതിയ WSJ റിപ്പോർട്ടിനോട് ടെസ്ലയും സ്പേസ് എക്സ് മേധാവിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജനുവരിയിൽ പുറത്തിറക്കിയ വാൾസ്ട്രീറ്റ് ജേണലിന്റെ ലേഖനത്തോട് പ്രതികരിക്കവേ 2018 മുതൽ താൻ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാണെന്നും അതിലൊന്നും മരുന്നിന്റെയോ മദ്യത്തിന്റെയോ അളവ് പോലും കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് മസ്ക് പ്രതികരിച്ചത്.